ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കുവാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് ട്രയാങ്കുലൈസേഷൻ, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് മെത്തേഡ് ഓഫ് ഡീകമ്പോസിഷൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ LU ഡീകമ്പോസിഷൻ മെത്തേഡ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ LU ഡീകമ്പോസിഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡീകമ്പോസിഷൻ ഒറ്റ വേർഡാണ്, LU ഡീകമ്പോസിഷൻ മെത്തേഡ്. ഇതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇച്ചിരി ലെങ്തിയാണ് പ്രോബ്ലം. മറ്റേ നമ്മൾ ആസ് യൂഷ്വൽ AX=B എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് നമുക്ക് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ എയിം. അപ്പോൾ നമ്മൾ ഇതിലും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ് ആക്ച്വലി ഗോസ് എലിമിനേഷനും ഗോസ് ജോർദാൻ മെത്തേഡും. ബട്ട് ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇച്ചിരി ലെങ്തിയാണ്, ബട്ട് അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഓക്കെയാണ്. ചെയ്യേണ്ട സ്റ്റെപ്സ് ഒരു 3 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഓർത്തിരുന്നാൽ ചെയ്യേണ്ട വിധം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മെത്തേഡ് ഓഫ് ഡീകമ്പോസിഷൻ ഓർ LU ഡീകമ്പോസിഷൻ മെത്തേഡ്. അപ്പോൾ ഈ പേരുകളെല്ലാം ഓർത്തിരുന്നോണം. ഏത് പേരിലാണ് എക്സാമിന് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡീകമ്പോസിഷൻ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് വി ഫസ്റ്റ് കൺവേർട്ട് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ടു AX=B. അപ്പോൾ നമ്മൾ ഗോസ് എലിമിനേഷന് ചെയ്ത പോലെ തന്നെ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ അതിനെ നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുക. AX=B എന്ന ഫോമിൽ എഴുതുക. Then the coefficient matrix A of the system AX=B is decomposed or factorized into the product of lower triangular matrix capital L and upper triangular matrix capital U. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്തായിരുന്നു, AX=B എന്നൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരും. അതിൽ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയിട്ട് അവിടെ റോ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ടായിരുന്നു നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡും ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡും ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ അല്ല അപ്ലൈ ചെയ്യുന്നത്. പകരം നമുക്ക് തന്നിരിക്കുന്ന AX=B എന്ന സിസ്റ്റത്തിലെ A എന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അതായത് XYZകളുടെ എല്ലാം കോഎഫിഷ്യൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്ന ആ മെട്രിക്സാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ഈ A എന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ നമ്മൾ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതും. അതായത് A=L × U എന്നുള്ള. അപ്പോൾ ലോവർ ട്രയാങ്കിളിനെ നമ്മൾ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനെ U എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എന്താണ് ലോവർ ട്രയാങ്കുലർ അപ്പർ ട്രയാങ്കുലർ എന്ന്. ലോവർ ട്രയാങ്കുലറുടെ എക്സാമ്പിൾ അത് ആ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ലോവർ വെയർ ദാറ്റ് ഈസ് A=LU എന്ന ഫോമിലേക്ക് നമ്മളതിനെ എഴുതും. വെയർ L=100, L21 10, L31 L32 1. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോവർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ കണ്ടു താഴെ ഒരു ട്രയാങ്കുലർ ഫോമിൽ വന്നു, ബാക്കി മുകളിലത്തെ എലമെൻറ്റ്സ് എല്ലാം 0. അതായത് മെയിൻ ഡയഗണലിലും മുകളിലത്തെ എലമെൻറ്റ്സ് എല്ലാം 0 ആവുന്ന മെട്രിക്സിനാണ് നമ്മൾ ലോവർ ട്രയാങ്കുലർ എന്ന് പറയുന്നത്. അതായത് താഴെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും, നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇനി അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാലോ, മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആകുമ്പോൾ മേളിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. അതായിരിക്കും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് രണ്ടും സെലക്ട് ചെയ്യുമ്പം ഈ ഇക്വേഷൻസ് രണ്ടും നിങ്ങൾ ഓർത്ത് ചെയ്തതാണ് ഈ ഫോർമാറ്റിൽ തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ അത് നോക്കി, ആ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ 1 ആയിട്ടാണ് എടുത്തത്. ബാക്കി മുകളിലുള്ള എലമെൻറ്റ്സ് എല്ലാം 0യും പിന്നെ L21 L31 L32 ആ ഫോമിലേക്കാണ് എഴുതുക. അപ്പോൾ ഈ ഫോർമാറ്റ് ഓർത്തിരുന്നണം. ആൻഡ് അപ്പർ ട്രയാങ്കുലറിന് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ഒന്നുമല്ല. അത് നമ്മൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് റോയിൽ U11 U12 U13, പിന്നെ ലോവർ ട്രയാങ്കുലർ ഈ എലമെൻറ്റ്സ് 3 0 ആവും. പിന്നെ ഇത് U21 0 ആയിപ്പോൾ U22 U23 പിന്നെ 0 0 U33 ഈ ഫോമിലാണ് എടുക്കുന്നത്. അപ്പം നമുക്കിത് വേറൊരു അവിടെ താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ, നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ ലോവർ ട്രയാങ്കുലറിൻ്റെ മെയിൻ ഡയഗണൽസ് എല്ലാം 1 ആക്കുക, അങ്ങനെയാണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ഈ ഫോമിൽ എടുക്കുക. അല്ലാതെ വേറൊരു ഫോർമാറ്റിൽ നമുക്ക് എടുക്കാം. അപ്പർ ട്രയാങ്കുലറിൻ്റെ മെയിൻ ഡയഗണൽസ് എല്ലാം 1 ആക്കുക, അങ്ങനെയാണെങ്കിൽ ലോവർ ട്രയാങ്കുലർ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ആ രീതിയിൽ എടുക്കുക. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് അങ്ങ് ഓർത്തിട്ട്, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട, ഈ ഒരൊറ്റ മെത്തേഡ് മാത്രം ഓർത്തിട്ടാൽ മതി. ലോവറിൻ്റെ മെയിൻ ഡയഗണൽ 1 ആക്കുക,
ബാക്കി എലമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ആ ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം നമ്മളെന്താ പറഞ്ഞേ, എ എന്ന മെട്രിക്സിനെ കോഎഫിഷ്യൻ മെട്രിക്സായ എയെ നമ്മൾ L/U ഫോമിലേക്ക് എഴുതി. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് AX=B ആയിരുന്നു. അപ്പോൾ ഈ എയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, LU എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് LUX=B എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ ഈ UXനെ ജസ്റ്റ് Y എന്നുള്ള ഒരു പേരിലേക്ക് അങ്ങ് വിളിക്കുക, UX=Y. ഓക്കെ, അപ്പം UX=Y എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, LY, ഈ ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് LY=B എന്ന് എഴുതത്തില്ലേ. L/UX എന്ന് പറഞ്ഞാൽ Y ആയിരുന്നു, അപ്പോൾ LY=B എന്ന് എഴുതാം. നമ്മൾ അപ്പോൾ LY=B എന്ന് എഴുതും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Y കണ്ടുപിടിക്കാം. ആ Y കണ്ടുപിടിച്ചാൽ നമുക്ക് X കണ്ടുപിടിക്കാം. അപ്പോൾ ആ രീതിയിലാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, now we can consider LUX=B where UX=Y. UXനെ നമുക്ക് ജസ്റ്റ് Y എന്നുള്ള ഇക്വേഷനിൽ വിളിക്കുന്നു. ദാറ്റ് ഈസ് LUX=B എന്ന് പറഞ്ഞാൽ LY=B ആവും. ഫ്രം ദീസ് ഇക്വേഷൻ യൂസിങ് LY=B we can find Y by forward substitution. അതായത് ക്രോസ് എലിമിനേഷൻ, ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചല്ലോ, ബാക്ക്വേർഡ് ഫോർവേഡും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് വി ആൻഡ്, അത് നിങ്ങൾ ആ ജസ്റ്റ് തിയറി ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവത്തില്ല. ഓക്കെ, ആ പ്രോബ്ലം നിങ്ങളൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പം ആ മെത്തേഡ് നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതുക. ഇത്രയും വരെ കറക്റ്റായിട്ട് എഴുതുക. ബാക്കി ഉള്ളതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് അറിഞ്ഞിരുന്നാൽ നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ L എടുക്കുന്നതും U എടുക്കുന്നതും LUX=B ഫോമിലേക്ക് എഴുതുന്നു, UX=Y എന്ന് സെലക്ട് ചെയ്യുന്നതും ദെൻ LY=B എന്ന് എഴുതുന്നു. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയാലോ. ഞാൻ നോട്ട് ഓൾറെഡി പറഞ്ഞു. അപ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫോർമാറ്റ് തന്നെ, Lന് ഈ ഫോർമാറ്റും യുവിന് ഈ ഫോർമാറ്റും പ്രോബ്ലത്തിൽ യൂസ് ചെയ്താൽ മതി. അതായിരിക്കും എളുപ്പം, രണ്ടും കൂടെ കോംപ്ലിക്കേഷൻ ആവും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ബൈ ദ മെത്തേഡ് ഓഫ് ട്രയാംഗുലൈസേഷൻ സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം. 5x minus 2y plus z equal to 4. Then 7x plus y minus 5z equal to 8. Next 3x plus 7y plus z equal to 10. അപ്പോൾ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിനെ നമ്മൾ AX=B ഫോമിലേക്ക് എഴുതുക. അപ്പോൾ നിങ്ങൾക്കത് ഫെമിലിയർ ആയല്ലോ എങ്ങനെ എഴുതണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഫോമിലേക്ക് എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ട്രയാംഗുലൈസേഷൻ മെത്തേഡ്. അപ്പോഴേ ഓർക്കുക, ഒരു ട്രയാംഗുലർ മെട്രിക്സ് അവിടെ വരും, ലോവർ ട്രയാംഗുലറും അപ്പർ ട്രയാംഗുലറും വരും. ഇനി LU ഡീകമ്പോസിഷൻ ആണ് പേരെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി, L ലോവർ ട്രയാംഗുലർ ആണ്, U എന്ന് പറയുന്ന അപ്പർ ട്രയാ. അപ്പം മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. ആ വേർഡിൽ നിന്ന് തന്നെ മെത്തേഡ് എന്താണെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും. പിന്നെ ഡീകമ്പോസിഷൻ എന്നാണ്, നമ്മൾ വേറെ ഒന്നും ഡീകമ്പോസിഷൻ പഠിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഏത് പേര് വന്നാലും ഈ LU വെച്ചിട്ടുള്ള പ്രോബ്ലം ആണെന്ന് അപ്പോഴേ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ AX=B ഫോമിലേക്ക് എഴുതി. ഇനി നമ്മൾ L എന്ന മെട്രിക്സും U എന്ന മെട്രിക്സും എടുത്തെഴുതുക. നൗ വി ക്യാൻ കൺസിഡർ L=, ഞാൻ പറഞ്ഞല്ലോ ആ മുകളിലത്തെ നമ്മൾ തിയറിയിൽ പറഞ്ഞ രണ്ട് ഫോർമാറ്റ്. Lന് മെയിൻ ഡയഗണൽസ് 1 ആക്കി എഴുതുക, അത് ലോവർ ട്രയാംഗുലറാണ്, അപ്പോൾ മുകളിലത്തെ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. U ആകുമ്പോൾ അപ്പർ ട്രയാംഗുലറാണ്, അപ്പോൾ താഴത്തെ എലമെൻറ്റ്സ് എല്ലാം 0, ഡയഗണൽ എലമെൻറ്റ്സ് 1 അല്ലാത്ത രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം LU=A എങ്ങനെയാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്, അതായത് കോഎഫിഷ്യൻ മെട്രിക്സിനെ ലോവർ ട്രയാംഗുലറിൻ്റെയും അപ്പർ ട്രയാംഗുലറിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ L എന്താണെന്ന് നമ്മൾ എഴുതി, ദാറ്റ് ഈസ് L/U=A. നമുക്കറിയാവുന്ന മെട്രിക്സ് അല്ലേ, എഴുതി, കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതി. ഇനി നമുക്കറിയാം L/U, അപ്പം ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം കൂടെ, അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ജസ്റ്റ് ആസ് യൂഷ്വൽ ആ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കി, 1 × U11 പ്ലസ് 0 × 0, അതാണ് ഇപ്പോൾ, പ്ലസ് 0 × 0, അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ഈ എലമെൻറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം,
ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു U12 പ്ലസ് 0 ഇൻറ്റു U22 അത് 0 ആവും, പ്ലസ് 0 ഇൻറ്റു 0 ഈക്വൽ ടു 0 അത് വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ എലമെൻറ്റ് കിട്ടാൻ എന്താ, ഫസ്റ്റ് റോയും തേർഡ് കോളം. അപ്പോൾ 1 ഇൻറ്റു U13 പ്ലസ് 0 ഇൻറ്റു U23 0 ആവും, പ്ലസ് 0 ഇൻറ്റു U33. അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇനി എല്ലാ ടേംസും പറയണ്ടല്ലോ. അടുത്ത് ഇവിടുത്തെ എലമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം. ഇവിടുത്തെ എലമെൻറ്റ് കിട്ടാൻ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം. ഈ എലമെൻറ്റ് കിട്ടാൻ സെക്കൻഡ് റോയും തേർഡ് കോളം. ഓക്കെ, ആ രീതിയിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. അത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ മെട്രിക്സ് എക്സ്പാൻഡ് ചെയ്യുക. ഈക്വൽ ടു നമ്മുടെ എന്താ എ എന്ന് പറയുന്ന മെട്രിക്സ് കൊടുത്തു. അപ്പോൾ നോക്കി, ഫസ്റ്റ് എലമെൻറ്റ് ഇത് രണ്ടും 0 ആയിപ്പോയി. ബാക്കി എന്തേ വരത്തുള്ളൂ, U11 വരത്തുള്ളൂ. ഇവിടെ U12 മാത്രം വരും, ഇവിടെ U13 മാത്രം വരും. ഇതെന്ത് കിട്ടും, L21 U11 വരും, ബാക്കി 0 ആയിപ്പോവും. ദാറ്റ് ഈസ് അടുത്തത് L21 U12 പ്ലസ് U22 പ്ലസ് 0. അത് നിങ്ങൾ ജസ്റ്റ് 0 ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് മെട്രിക്സ് എഴുതി ഈക്വൽ ടു നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എ കിട്ടും. ഓക്കെ, ഇനി രണ്ട് മെട്രിക്സ് ഈക്വലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതൊരു മെട്രിക്സ് എന്തൊരു 3/3 മെട്രിക്സ് നമുക്ക് കിട്ടി. ഇത് അടുത്ത 3/3 മെട്രിക്സ് കിട്ടി. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുന്ന എപ്പോഴാണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആകുമ്പോഴാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ x11 x12 x21 x22 ഈക്വൽ ടു 1 3 5 7 എന്നാണ് മീനിങ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ x11 ഈക്വൽ ടു 1 ആയിരിക്കും, x12 3 ആയിരിക്കും, x21 5 ആയിരിക്കും, x22 7 ആയിരിക്കും. അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും, U11 ഈക്വൽ ടു 5 കിട്ടും, U12 ഈക്വൽ ടു -2 കിട്ടും, ആൻഡ് U13 ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, ഫസ്റ്റ് റോ ഓക്കെ ആയി. ഇനി സെക്കൻഡ് റോ നോക്കുമ്പോഴെന്താ, L21 ഇൻറ്റു U11 ഈക്വൽ ടു 7 എന്ന് കിട്ടും. അതിൽ U11 ഓൾറെഡി നമ്മുടെ കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, L21 ഈക്വൽ ടു 7/5 എന്ന് കിട്ടും. അടുത്തത് സെക്കൻഡ് എന്താ, L21 U12 പ്ലസ് U22 എന്ന് പറയുന്നത് 1 കിട്ടും. അതിനകത്ത് U12 നമുക്കറിയാം, L21 കിട്ടി അല്ലേ. L21 7/5 ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U12 -2 ആണ് കിട്ടി, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് U22 കിട്ടും. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് അടുത്ത എന്താ, L21 U13 പ്ലസ് U23 ഈക്വൽ ടു -5 കിട്ടും. L21 നമുക്ക് ഓൾറെഡി L21 നമുക്ക് കിട്ടി 7/5. U13 ഇതേ നമുക്കിവിടെ കിട്ടിയായിരുന്നു 1, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് U23 നമുക്കറിയത്തില്ല, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് U23യുടെ വാല്യൂ കിട്ടും. ഇനി സിമിലർലി നമ്മൾ തേർഡ് റോയെ ഇതുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ L വാല്യൂസും U വാല്യൂസും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ആദ്യം L എന്താണെന്നും U എന്താണെന്നും എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എല്ലിൻ്റെ മെയിൻ ഡയഗണൽസ് അല്ല, L എന്ന് പറഞ്ഞാൽ ലോവർ ട്രയാങ്കുലറാണ്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് 0 ആയിപ്പോവും. ഓക്കെ അല്ലേ. പിന്നെ മെയിൻ ഡയഗണൽസ് എലമെൻറ്റ്സ് എല്ലാം 1 ആയിരുന്നു. പിന്നെ ഇവിടെ വരുന്നത് L21 7/5 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് L31 3/5 അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് L32 41/19 അതും കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് L കിട്ടിയല്ലോ. ഇനി U എന്ന മെട്രിക്സ് എന്തായിരുന്നു, U എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്സ് 0 ആണ്, ലോവർ അപ്പർ ട്രയാങ്കുലർ അല്ലേ, മെയിൻ ഡയഗണലിന് താഴെയുള്ള എലമെൻറ്റ്സ് 0 ആണ്. ബാക്കി എന്ത് വരും, ഇവിടെ U11 5 ആണ്, U12 -2 കൊടുത്തു, U13 1. ഇനി വേണ്ടത് ഇനി ഇത് 0 ആയി. ഇനി U22 19/5 U23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, U33 കിട്ടി, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് Lഉം കിട്ടി, Uവും കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്, നമ്മുടെ ഇക്വേഷൻ നമ്മൾ എ എന്ന കോഎഫിഷ്യൻ്റ് മെട്രിക്സിനെ L ഇൻറ്റു U ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ Lനും Uവിനും നമ്മളൊരു ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ജനറൽ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ആദ്യം Lഉം കണ്ടുപിടിക്കും, Uവും കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, A ഈക്വൽ ടു LU എന്ന ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആദ്യം നമ്മൾ Lഉം Uവും കണ്ടുപിടിക്കും. അപ്പോൾ മെത്തേഡ് ഓഫ് ഡീകമ്പോസിഷനിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാകും.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ടു ഫൈൻഡ് എൽ ആൻഡ് യു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ് ഹെഡിങ് കൊടുത്ത് എഴുതുവാണെങ്കിൽ അതായിരിക്കും. അപ്പോൾ എന്നിട്ട് താഴെ കൊടുക്കുക എ ഈക്വൽ ടു എൽ യു അല്ലെങ്കിൽ എൽ യു ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എല്ലും യുവും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? നമ്മുടെ എ എക്സ് ഈക്വൽ ടു ബി എ. ഓക്കെ, എ നമ്മളിപ്പോൾ എന്തെന്ന് എഴുതി? എൽ യു എന്ന് എഴുതി. ദാറ്റ് ഈസ് എൽ യു എക്സ് ഈക്വൽ ടു ബി എ. ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ഈ യു എക്സിനെ വൈ എന്നങ്ങ് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് താഴെ കൊടുത്തേക്കുന്നത്. നൗ കൺസിഡർ ദ ഇക്വേഷൻ എൽ യു എക്സ് ഈക്വൽ ടു ബി വേർ യു എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് നോക്കിയാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? എൽ യു എക്സ് ഈക്വൽ ടു ബി. ഈ യു എക്സിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചേ? വൈ എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എൽ വൈ ഈക്വൽ ടു ബി എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ? നമ്മുടെ കയ്യിൽ എല്ലും യുവും കണ്ടുപിടിച്ചു. നമ്മുടെ കയ്യിൽ ഇക്വേഷനുണ്ട് എൽ യു എക്സ് ഈക്വൽ ടു ബി. അതിലെ ഈ യു എക്സിനെ നമ്മൾ വൈ എന്നങ്ങ് വിളിച്ചു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എൽ വൈ ഈക്വൽ ടു ബി എന്ന് എഴുതാം. നമ്മളിപ്പോൾ ഓൾറെഡി എൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ കണ്ടുപിടിക്കാമല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ അടുത്ത് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? എൽ വൈ ഈക്വൽ ടു ബി എന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുക. വേർ വൈ എന്ന് പറഞ്ഞാൽ യു എക്സ് ആണെന്ന് ഓർത്തിരുന്നോണം. അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ലാസ്റ്റ് എക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എൽ വൈ ഈക്വൽ ടു ബി വേർ വൈ ഈക്വൽ ടു വൈ വൺ വൈ ടു വൈ ത്രീ. എക്സ് എക്സ് വൈ സെഡ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണെങ്കിൽ വൈ വൺ വൈ ടു വൈ ത്രീ ആ ഫോമിലേക്ക് തന്നെ എടുക്കുക. സെയിം രീതിയിലേ വരത്തുള്ളൂ. അപ്പോൾ എല്ല് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൽ വൈ അവിടെ വൈ വൺ വൈ ടു വൈ ത്രീ ആണ് ഈക്വൽ ടു ബി. അത് നമ്മുടെ എക്സ് ഈക്വൽ ടു ബി എന്ന ഇക്വേഷനകത്തെ ബി ഇല്ലേ 4/8 ആ ബി തന്നെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കൊടുത്തു എൽ വൈ ഈക്വൽ ടു ബി. ഇനി ഇതും സെയിം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഫസ്റ്റ് റോ ഇൻറ്റു 1 ഇൻറ്റു വൈ വൺ അല്ലേ? 1 ഇൻറ്റു വൈ വൺ വരും. 0 ഇൻറ്റു വൈ ടു 0 ഇൻറ്റു വൈ ത്രീ 0. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. ഇനി 7/5 വൈ വൺ പ്ലസ് 1 ഇൻറ്റു വൈ ടു. അടുത്ത എലമെൻറ്റ് 3/5 വൈ വൺ പ്ലസ് 41 വൈ ടു പ്ലസ് 1 വൈ ത്രീ ഈക്വൽ ടു 4/8 എന്ന് കിട്ടും. സിമിലർലി രണ്ട് മെട്രിക്സ് ഈക്വലാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ വൺ ഈക്വൽ ടു 4 കിട്ടും. അടുത്ത 7/5 വൈ വൺ പ്ലസ് വൈ ടു ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതിൽ വൈ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈ ടുവിൻ്റെ വാല്യൂ കിട്ടും. ഈ വൈ ടുവും വൈ വണ്ണിൻ്റെ വാല്യൂ ഇവിടെ ഈ ഇക്വേഷനകത്ത് ഈക്വൽ ടു 10 കൊടുക്കുമ്പോൾ നമുക്ക് വൈ ത്രീയുടെ വാല്യൂവും കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിയല്ലോ. വൈ വൺ വൈ ടു വൈ ത്രീ ആയി. അപ്പോൾ വൈ എന്ന മെട്രിക്സ് നമുക്ക് കിട്ടി. ഓക്കെ, വൈ എന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടേ? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു യു എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് നമ്മൾ എടുത്തായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വൈ ഇൻ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വൈ. യു എന്താണെന്ന് ഓൾറെഡി നമ്മൾ മുകളിൽ അപ്പർ ട്രയാങ്കുലർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനകത്തെ അൺനോൺസ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് വൈ ഇസഡ് ഈക്വൽ ടു വൈ. വൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അതവിടെ കൊടുക്കുക. ഇവിടെയും സെയിം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തെ എക്സ് വാല്യൂസ് കിട്ടും. ആ എക്സ് ആണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷനായി. ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്നത് ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ആസ് യൂഷ്വൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എൽ യു ഈക്വൽ ടു എ ആണ്. അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫൈൻഡ് എൽ ആൻഡ് യു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് ആദ്യം ഓർത്തിരിക്കുക. ഏതും പ്രോബ്ലം ആണെങ്കിൽ ആദ്യം എ എക്സ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതുക. അത് കഴിഞ്ഞ് എൽ യു ഈക്വൽ ടു എ ഫോം എഴുതിയിട്ട് അതിൽ നിന്ന് എല്ലും യുവും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലും യു ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ളതാണല്ലോ നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. അപ്പോൾ അതിനെ നമുക്ക് എൽ യു എക്സ് ഈക്വൽ ടു ബി എന്ന് വിളിക്കാം. വേർ യു എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, എൽ യു എക്സ് ഈക്വൽ ടു ബി വേർ യു എക്സ് ഈക്വൽ ടു വൈ. ഇനി
ഈ യു എക്സിന് ഇവിടുത്തെ യു എക്സിന് നമ്മൾ എൽ വൈ എന്നുള്ള അതാണ് അടുത്ത. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഇത് എഴുതുക. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാനൊന്നുമില്ല. ഇനി നമ്മൾ ഈ യു എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? എൽ വൈ ഈക്വൽ ടു ബി എന്നാവും. ഓക്കെ, അതിൽ എൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. വൈ നമുക്കറിയത്തില്ല, അത് y1 y2 y3 ആണ്. ബി നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട് ബി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? വൈ കണ്ടുപിടിക്കും. ഓക്കെ, വൈ കണ്ടുപിടിക്കും. വൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ വൈ കണ്ടുപിടിച്ചു. ഇനി നമുക്കുള്ള ഇക്വേഷൻ എന്താ? യു എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പായിട്ട് എന്ത് വരും? ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് വരും? നമുക്ക് യു എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഇക്വേഷനുണ്ട്. അതിൽ നിന്ന് യു നമ്മൾ ഓൾറെഡി ഫസ്റ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, വൈ നമുക്കിപ്പോൾ കിട്ടിയായിരുന്നു. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് എക്സ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒന്ന് എഴുതി വെക്കുക. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഒരു നോട്ടായിട്ട് താഴെ കൊടുത്തരും നമ്മൾ ചെയ്യേണ്ട രീതി എന്താണ്. ആദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൽ യു ഈക്വൽ ടു എ ആണ്. അതിനകത്തുനിന്ന് ഫൈൻഡ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൽ യു ഈക്വൽ ടു എ. അതിൽ നിന്ന് ഫൈൻഡ് എൽ ആൻഡ് യു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് എ എക്സ് ഈക്വൽ ടു ബി ആയിരുന്നു, അതിന് എൽ യു എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. വേർ യു എക്സ് ഈക്വൽ ടു വൈ ആണ്. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അവിടെ നമുക്കൊന്നും കണ്ടുപിടിക്കാനില്ല. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ യു എക്സ്, അപ്പോൾ നമുക്ക് എൽ യു എക്സ് ഈക്വൽ ടു ബി ആണ്. ഈ യു എക്സിന് നമ്മൾ എന്തെന്ന് കൊടുത്തു? വൈ കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടുന്ന് എൽ വൈ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഈ എൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് വൈ കണ്ടുപിടിക്കാം. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? വൈ നമുക്കിപ്പോൾ കിട്ടി. അത് നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു, വൈ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിലെ മെയിൻ 4 സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നോട്ടായിട്ട് നിങ്ങൾ ഈ 4 സ്റ്റെപ്പ് ലാസ്റ്റ് കൊടുക്കുക. ഈ ഓർഡറിലായിരിക്കും പ്രോബ്ലം ചെയ്ത് വരേണ്ടത്. എന്നിട്ട് നിങ്ങൾ തന്നെ അടുത്ത പ്രോബ്ലം എടുത്തിട്ട് സ്റ്റെപ്പ് വൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ബാക്കി ഇതൊരു 2-3 പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തോണം. കാരണം ബാക്കി മെത്തേഡ് പോലെയല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഓക്കെ ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോസ് എലിമിനേഷനും ഗോസ് ജോർദാൻ എലിമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. പിന്നെ ഇൻക്ലൂഡിങ് തിയറി പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാക്കി ടോപ്പിക്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. താങ്ക് യു.